ഹായ് ഓൾ, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്. മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്ന രണ്ട് പ്രോട്ടീൻസ് ആണ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. നമുക്കിതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് വൺ, ആക്റ്റിൻ ഓർ തിൻ ഫിലമെൻ്റ് എന്നാണ് പറയുക. ഇവിടെ കാണുന്ന ഈ ഗ്രീൻ കളറിൽ കാണുന്ന സ്ട്രക്ചറാണ് എഫ് ആക്റ്റിൻ ഓർ ഫിലമെൻറ്റസ് ആക്റ്റിൻ. ഫിലമെൻറ്റസ് ആക്റ്റിൻ്റെ മേലെ പാരലായി റൺ ചെയ്യുന്ന സ്ട്രക്ചറാണ് ട്രോപ്പോമയോസിൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ട്രോപ്പോമയോസിൻ. ഈ ട്രോപ്പോമയോസിൻ്റെ മേലെ കാണുന്ന പ്രോട്ടീനാണ് ട്രോപ്പോണിൻ. സോ ദീസ് ആർ ദ പാർട്സ് ഓഫ് actin or thin filament. So the structure of muscle proteins. First one, structure of actin made of 2 F actins or filamentous actin. ആക്റ്റിൻ ഫോം ചെയ്തിട്ടുള്ളത് 2 എഫ് ആക്റ്റിൻസ് കൊണ്ടാണ്. ഗ്രീൻ കളറിൽ കാണുന്ന സ്ട്രക്ചറാണ് എഫ് ആക്റ്റിൻസ് ഓർ ഫിലമെൻറ്റസ് ആക്റ്റിൻ. എഫ് ആക്റ്റിൻ എന്ന് പറയുന്ന ഇറ്റ് ഈസ് ദ പോളിമർ ഓഫ് ജി ആക്റ്റിൻ ഓർ ഗ്ലോബുലാർ ആക്റ്റിൻ. ജി ആക്റ്റിൻ്റെ പോളിമറാണ് എഫ് ആക്റ്റിൻ. എഫ് ആക്റ്റിൻ എന്ന് പറയുന്നത് ഗ്ലോബുലാർ ആക്റ്റിൻ ഓർ ജി ആക്റ്റിൻ്റെ പോളിമറാണ്. അതായത് ഇതിൽ ബോൾ പോലെ റൗണ്ട് ഷേപ്പിൽ കാണുന്നതാണ് ജി ആക്റ്റിൻ. അങ്ങനെ ഒരുപാട് ജി ആക്റ്റിൻ ജോയിൻ ചെയ്ത് ഫിലമെൻറ്റസ് ആക്റ്റിന് ഫോം ചെയ്യും. ഫിലമെൻറ്റ് പോലുള്ള ഫിലമെൻറ്റസ് ആക്റ്റിന് ഫോം ചെയ്യും. സോ ഫിലമെൻറ്റസ് ആക്റ്റിൻ എന്ന് പറയുന്നത് എഫ് ആക്റ്റിൻ എന്ന് പറയുന്നത് ജി ആക്റ്റിൻ്റെ പോളിമറാണ്. ഒരുപാട് ജി ആക്റ്റിൻ കമ്പൈൻ ചെയ്താണ് എഫ് ആക്റ്റിൻ ഫോം ചെയ്യുന്നത്. 2 ഫിലമെൻറ്റ്സ് ഓഫ് ട്രോപ്പോമയോസിൻ വൗണ്ട് അറൗണ്ട് ഇറ്റ്. എഫ് ആക്റ്റിൻ്റെ മേലെ ട്രോപ്പോമയോസിൻ്റെ 2 ഫിലമെൻറ്റ്സ് കാണാം. ആൻഡ് ട്രോപ്പോണിൻ ഈസ് സീൻ ഓൺ ട്രോപ്പോമയോസിൻ. ട്രോപ്പോമയോസിൻ്റെ മേലെ ട്രോപ്പോണിൻ കാണാം. സോ ആക്റ്റിൻ ഫിലമെൻറ്റിൽ കാണുന്ന 3 ടൈപ്പ് പ്രോട്ടീൻസ് ആണ് എഫ് ആക്റ്റിൻ, ട്രോപ്പോമയോസിൻ ആൻഡ് ട്രോപ്പോണിൻ. ആൻഡ് നെക്സ്റ്റ് വൺ മയോസിൻ ഓർ തിക് ഫിലമെൻറ്റ്. ആൻഡ് ഇതിൽ 2 ഭാഗങ്ങളുണ്ട്, ഹെഡ് ആൻഡ് ടെയിൽ റീജിയൺ. ഹെഡ് ആൻഡ് ടെയിൽ റീജിയൺ ആൻഡ് ദർ ഈസ് ക്രോസാം. ഈ ഭാഗമാണ് ക്രോസാം. ആൻഡ് ഹെഡ് ഈസ് കോൾഡ് ഹെവി മീറോമയോസിൻ ആൻഡ് ടെയിൽ ഈസ് കോൾഡ് ലൈറ്റ് മീറോമയോസിൻ. ഹെഡിൽ കാണുന്ന 2 ബൈൻഡിങ് സൈറ്റ്സ് ആണ് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്, ആക്റ്റിന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റും എ ടി പി ബൈൻഡിങ് സൈറ്റ്, എ ടി പിക്ക് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ, സ്ട്രക്ചർ ഓഫ് മയോസിൻ. ഇറ്റ് ഹാസ് 2 പാർട്സ്. ഏതൊക്കെയാണ്? ഹെഡ് ആൻഡ് ടെയിൽ. ഹെഡ് ഈസ് ഫോംഡ് ബൈ ഹെവി മീറോമയോസിൻ. ടെയിൽ ഈസ് ഫോംഡ് ബൈ ലൈറ്റ് മീറോമയോസിൻ. ദാറ്റ് ഈസ് HMM ആൻഡ് LMM. മയോസിൻ ഓർ തിക് ഫിലമെൻറ്റ് ഫോം ചെയ്തിരിക്കുന്നത് മീറോമയോസിൻ കൊണ്ടാണ്. ഓക്കെ, ഹെഡ് ഫോം ചെയ്തിരിക്കുന്നത് ഹെവി മീറോമയോസിൻ കൊണ്ടാണ്. ടെയിൽ ഫോം ചെയ്തിരിക്കുന്നത് ലൈറ്റ് മീറോമയോസിൻ കൊണ്ടാണ്. സോ മീറോമയോസിൻ ജോയിൻ ചെയ്താണ് തിക് ഫിലമെൻറ്റ് ഓർ മയോസിൻ ഫോം ചെയ്തിരിക്കുന്നത്. ഹെഡ് ഹാസ് 2 ബൈൻഡിങ് സൈറ്റ്സ്. ഏതൊക്കെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ്? ATP ആൻഡ് ആക്റ്റിൻ. ATPക്ക് ബൈൻഡ് ചെയ്യാനും അതേപോലെ ആക്റ്റിന് ബൈൻഡ് ചെയ്യാനും വേണ്ടിയാണ് ബൈൻഡിങ് സൈറ്റ്. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി ഓർ മസിൽ കോൺട്രാക്ഷൻ തിയറി. മസിൽ കോൺട്രാക്ഷൻ തിയറീൻ്റെ പേരാണ് സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. ഓർമ്മ വേണം, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മസിൽ കോൺട്രാക്ഷൻ്റെ തിയറിയാണ് സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. ഓക്കെ, നൗ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സിഗ്നൽ ഫ്രം ദ ബ്രെയിൻ റീച്ചസ് ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ. ബ്രെയിനിൽ നിന്നും ന്യൂറോമസ്കുലാർ ജംഗ്ഷനിലേക്ക് സിഗ്നൽ എത്തും. ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ എന്ന് പറയുന്നത് ന്യൂറോൺസിൻ്റെയും മസിൽസിൻ്റെ ഇടയിൽ കാണുന്ന ജംഗ്ഷനാണ്, സ്പേസ് ആണ്. ഓക്കെ, സോ ബ്രെയിൻ സിഗ്നൽ പാസ് ചെയ്തു, ന്യൂറോൺസ് വഴി മസിൽസിലേക്ക് സിഗ്നൽസ് എത്തി. ആഫ്റ്റർ ദാറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഓർ അസറ്റൈൽ കൊളൈൻ ഈസ് റിലീസ്ഡ്. ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും. അസറ്റൈൽ കൊളൈൻ ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഒരു എക്സാമ്പിൾ ആണ്. ന്യൂറോമസ്കുലാർ ജംഗ്ഷനിൽ കാണുന്ന സിനാപ്സിൽ കൂടെ ഇമ്പൾസസിന് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സഹായിക്കണം. സോ ബ്രെയിനിൽ നിന്നും സിഗ്നൽ പാസ് ചെയ്തു, ന്യൂറോമസ്കുലാർ ജംഗ്ഷനിലെത്തി, ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബിൽ നിന്നും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്തു, അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്തു. അത് കാരണം, അതായത് മസിൽ ഫൈബറിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഫോം ചെയ്തു. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇമ്പൾസ് ഓർ മെസ്സേജ്. ദാറ്റ് മീൻസ് നെർവ്സ് മസിൽസിലേക്ക് മെസ്സേജ് പാസ് ചെയ്തു. എന്ത് മെസ്സേജ് ആയിരിക്കും? മസിൽസ് കോൺട്രാക്ട് ചെയ്യണം എന്നുള്ള മെസ്സേജാണ്. കാൽഷ്യം റിലീസ്ഡ് ഫ്രം സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം. സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്നും കാൽഷ്യം റിലീസ് ചെയ്യും. മസിൽസിൻ്റെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം. സോ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം മസിലിനകത്താണെങ്കിൽ നമ്മൾ പറയുന്നത് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നാണ്. കാൽഷ്യം ബൈൻഡ് ടു ട്രോപ്പോണിൻ ഓഫ് ആക്റ്റിൻ. കാൽഷ്യം ആക്റ്റിൻ്റെ ട്രോപ്പോണിൽ പോയി ബൈൻഡ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ദെയർ? ആക്റ്റീവ് സൈറ്റ് ഓഫ് ആക്റ്റിൻ ഓപ്പൺസ്.
ആക്റ്റിൻ്റെ ആക്റ്റീവ് സൈറ്റ് ഓപ്പൺ ചെയ്യും. ആക്റ്റീവ് സൈറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രമേ മയോസിന് വന്ന് അവിടെ ബൈൻഡ് ചെയ്യാൻ സാധിക്കൂ. സോ മയോസിൻ ബൈൻഡ് ടു ആക്റ്റിൻ യൂസിങ് എനർജി ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ക്രോസ് ബ്രിഡ്ജ്. സോ മയോസിൻ പോയി എവിടെ ബൈൻഡ് ചെയ്യും? ആക്റ്റിനിൽ ബൈൻഡ് ചെയ്യും. അതിനെയാണ് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ എന്ന് പറയാം. നെക്സ്റ്റ്, മയോസിൻ പുൾസ് ആക്റ്റിൻ ടുവാർഡ്സ് ദ സെൻറ്റർ ഓഫ് എ ബാൻഡ്. മയോസിൻ ആക്റ്റിനിൽ പോയി ബൈൻഡ് ചെയ്തു, എന്നിട്ട് ആക്റ്റിനെ എ ബാൻഡിൻ്റെ സെൻറ്ററിലേക്ക് പുൾ ചെയ്യും. അത് കാരണം സെഡ് ലൈൻസിൻ്റെ സൈസ് കുറയും. സെഡ് ലൈൻ മൂവ്സ് ഇൻവേർഡ്, സാർക്കോമിയർ കോൺട്രാക്ട് ചെയ്യും, സാർക്കോമിയർ ചുരുങ്ങും. ദാറ്റ് ഈസ് മസിൽ കോൺട്രാക്ട്. ദാറ്റ് ഈസ് മസിൽസിനകത്ത് കാണുന്ന പ്രോട്ടീൻസ് ആണ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. മസിൽ കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ആക്റ്റിൻ തമ്മിൽ അടുത്തടുത്ത് വരും. ഇത് രണ്ട് ആക്റ്റിൻ തമ്മിൽ അടുത്തടുത്ത് വരും. അതായത് മയോസിൻ പുൾ ചെയ്ത് എ ബാൻഡിൻ്റെ മിഡിലേക്ക് കൊണ്ടുവരും. സോ എക്സോൺ ഇല്ലാണ്ടാകും, ഐ ബാൻഡിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും, രണ്ട് സെഡ് ലൈൻസ് തമ്മിൽ അടുത്തടുത്ത് വരും. സോ സാർക്കോമിയറിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും. ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ എങ്ങനെയാണെന്നാണ് ഈ ഡയഗ്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ എങ്ങനെയാണെന്നൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഹിയർ യു ക്യാൻ സേ ഇതാണ് ആക്റ്റിൻ, ഇതാണ് മയോസിൻ അല്ലേ. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ? ATP ഹൈഡ്രോലൈസ് ചെയ്ത് ADP ആൻഡ് P ഫോം ചെയ്യും. ഓക്കെ, മയോസിനിൽ വെച്ച് ATP ഹൈഡ്രോലൈസ് ചെയ്ത് ADP ആൻഡ് P ഫോം ചെയ്യും. സെക്കൻഡ് ഫോർമേഷൻ ഓഫ് ക്രോസ് ബ്രിഡ്ജ് ആണ്. മയോസിൻ ഹെഡ് പോയി എവിടെ ബൈൻഡ് ചെയ്യും? ആക്റ്റിനിൽ ബൈൻഡ് ചെയ്യും. ADP ആൻഡ് P ഉപയോഗിച്ച് ആക്റ്റിനിൽ ബൈൻഡ് ചെയ്യും, ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. ആൻഡ് നെക്സ്റ്റ് എന്താണ്? മയോസിൻ ഹെഡ് ആക്റ്റിനെ എ ബാൻഡിൻ്റെ മിഡിലേക്ക് പുൾ ചെയ്യും ബൈ റിലീസിങ് ADP ആൻഡ് P. നെക്സ്റ്റ്, ബ്രേക്കിംഗ് ഓഫ് ക്രോസ് ബ്രിഡ്ജ്. പുതിയൊരു ATP വന്ന് മയോസിനിൽ ബൈൻഡ് ചെയ്യും, ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്യും. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. യു ക്യാൻ സീ ദ സ്റ്റെപ്സ് ഹിയർ. ATP hydrolyzed to ADP and P in myosin. Myosin head forms a cross bridge with actin using ADP and P. Myosin head pulls actin towards the center of A band. ADP and P released. New ATP bind to myosin head. Cross bridge breaks and the process repeats. Observe these figures. First one, relaxed muscle ആണ്. You can see axon, clear eye band. ഇതൊക്കെ ക്ലിയർ ആയി കാണാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, മസിൽ കോൺട്രാക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ വാട്ട് ഹാപ്പൻസ്? എക്സോണ് ചെറുതായിക്കൊണ്ട് വരുന്നുണ്ട്, ഐ ബാൻഡ് ചെറുതായിക്കൊണ്ട് വരുന്നുണ്ട്. മാക്സിമലി കോൺട്രാക്റ്റഡ് മസിൽ കംപ്ലീറ്റ് ആയി കോൺട്രാക്ട് ചെയ്താൽ എക്സോൺ ഡിസപ്പിയർ ആയി, എക്സോണ് കാണാനില്ല, ഐ ബാൻഡിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്തു. ഇസിൻറ്റ് ഇറ്റ്? സോ ദീസ് ആർ ദ ചേഞ്ചസ് ഹാപ്പനിങ് ഡ്യൂറിങ് മസിൽ കോൺട്രാക്ഷൻ. Changes happen during muscle contraction. I band reduces, sarcomere shortens, Z line come closer, actin slides over myosin. Relaxation of the muscle. Muscles എങ്ങനെയാണ് റിലാക്സ് ചെയ്യുക കോൺട്രാക്ഷൻ കഴിഞ്ഞ ശേഷം? കാൽഷ്യം അയോൺസ് ആർ പംപ്ഡ് ബാക്ക് ടു സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം. ട്രോപ്പോണിൻ കവർ ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ആക്റ്റിൻ. Z line മൂവ് ടു ഒറിജിനൽ പൊസിഷൻ. കാൽഷ്യം സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലേക്ക് തിരിച്ചു പോകും. ട്രോപ്പോണിൻ ആക്റ്റിൻ്റെ ആക്റ്റീവ് സൈറ്റ് കവർ ചെയ്യും. സോ മയോസിനെ വന്ന് ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. സെഡ് ലൈൻസ് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. സോ നമ്മൾ പറയും മസിൽസ് റിലാക്സ് ചെയ്തു. എഗെയിൻ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് കാൽഷ്യം ഇൻ മസിൽ കോൺട്രാക്ഷൻ? കാൽഷ്യം ഈസ് റിലീസ്ഡ് ഫ്രം സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം. കാൽഷ്യം ബൈൻഡ് ടു ട്രോപ്പോണിൻ ഓഫ് ആക്റ്റിൻ ആൻഡ് ദസ് ആക്റ്റീവ് സൈറ്റ് ഓപ്പൺസ്. ദിസ് ഹെൽപ്സ് ഇൻ ബൈൻഡിങ് ഓഫ് മയോസിൻ ടു ആക്റ്റിൻ. കാൽഷ്യം വന്ന് ആക്റ്റിൻ്റെ ട്രോപ്പോണിനിൽ ബൈൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ആക്റ്റീവ് സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അത് കാരണമാണ് മയോസിന് പോയി ആക്റ്റിനിൽ ബൈൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. മയോസിൻ ആക്റ്റിനിൽ ബൈൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നതും മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നതും. നെക്സ്റ്റ് ഈസ് റിബ്സ്. സ്കെലറ്റൽ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ബോൺസ് ആണ് റിബ്സ്. ദർ ആർ 12 pairs ഓഫ് റിബ്സ്. എത്ര പെയർ റിബ്സ് കാണാം? 12 pairs ഓഫ് റിബ്സ് കാണാം. ഈച്ച് റിബ് ഹാസ് എ തിൻ ഫ്ലാറ്റ് ബോൺസ് connected dorsally to the vertebral column and ventrally to the sternum. It has 2 articulation surfaces and is hence called bicephalic. Each rib is a thin flat bone. ഓരോ റിബും തിൻ ആയിട്ടുള്ള നേർത്തിട്ടുള്ള ഫ്ലാറ്റ് ബോൺസ് ആണ്. അതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഡോർസലി ടു ദ വെർട്ടിബ്രൽ കോളം. ബാക്ക് സൈഡിൽ വെർട്ടിബ്രൽ കോളായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് വെൻട്രലി ടു ദ സ്റ്റേർണം. ഫ്രണ്ട് സൈഡിൽ വെൻട്രൽ സൈഡിൽ സ്റ്റേർണം ആയിട്ടാണ് കണക്ഷൻ. സ്റ്റേർണം മീൻസ് ചെസ്റ്റ് ബോൺ. ഇറ്റ് ഹാസ് 2 articulation surfaces. 2 articulation surfaces കണക്റ്റിംഗ് സർഫസസ് ഉള്ളതുകൊണ്ട് ബൈസെഫാലിക് റിബ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് നൗ ഒബ്സർവ് ദിസ് ഫിഗർ. സോ ദിസ് ഈസ് റിബ്സ് ആൻഡ് റിബ് കേജ്.
ഫ്രണ്ടിൽ കാണുന്ന ഈ ബോണാണ് സ്റ്റേർണം ഓർ ചെസ്റ്റ് ബോൺ ആൻഡ് ഇതാണ് വെർട്ടിബ്രൽ കോളം. ബാക്ക് സൈഡിൽ കാണുന്നതാണ് വെർട്ടിബ്രൽ കോളം. ഇതാണ് റിബ്സ്. ഓക്കെ, ആൻഡ് 24 റിബ്സ് കാണാം. ദാറ്റ് മീൻസ് 12 ഇൻറ്റു 2 രണ്ട് സൈഡിലായി 24 റിബ്സ്. അതിൽ 1 to 7 പെയർസ് ഓഫ് റിബ്സ് എന്ന് പറയുന്നത് ട്രൂ റിബ്സ് ആണ്. എന്തുകൊണ്ടാണ് ട്രൂ റിബ്സ് എന്ന് പറയുന്നത്? രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റേർണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, വെർട്ടിബ്രൽ കോളായും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഫാൾസ് റിബ്സ്. 8 to 10 ആണ് ഫാൾസ് റിബ്സ്. ബാക്ക് സൈഡിൽ വെർട്ടിബ്രൽ കോളായി അറ്റാച്ച് ചെയ്ത് കാണും, പക്ഷെ ഫ്രണ്ട് സൈഡിൽ സ്റ്റേർണമായി ഡയറക്റ്റായി അറ്റാച്ച് ചെയ്യില്ല. 7th റിബിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് സ്റ്റേർണത്തിനോട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹയാലിൻ കാർട്ടിലേജ്. ആൻഡ് ഫ്ലോട്ടിംഗ് റിബ്സ് മീൻസ് നോട്ട് കണക്റ്റഡ് ടു ദ സ്റ്റേർണം. സ്റ്റേർണമായി കണക്ഷൻ ഇല്ലാത്ത റിബ്സ് ആണ് ഫ്ലോട്ടിംഗ് റിബ്സ്. ബാക്ക് സൈഡിൽ വെർട്ടിബ്രൽ കോളായി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫ്രണ്ട് സൈഡിൽ നോ കണക്ഷൻ. റിബ് കേജ് മീൻസ് വാട്ട്? തൊറാസിക് വെർട്ടിബ്ര പ്ലസ് റിബ്സ് പ്ലസ് സ്റ്റേർണം. അതിനെയാണ് റിബ് കേജ് എന്ന് പറയാം. ട്രൂ റിബ്സ്. ഫസ്റ്റ് 7 പെയർസ് ഓഫ് റിബ്സ് ആർ കോൾഡ് ട്രൂ റിബ്സ്. ആദ്യത്തെ 7 പെയർസ് ഓഫ് റിബ്സ് ആണ് ട്രൂ റിബ്സ്. ഡോർസലി ദേ ആർ അറ്റാച്ച്ഡ് ടു ദ തൊറാസിക് വെർട്ടിബ്ര ആൻഡ് വെൻട്രലി കണക്റ്റഡ് ടു ദ സ്റ്റേർണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹയാലിൻ കാർട്ടിലേജ്. എന്തുകൊണ്ടാണ് ട്രൂ റിബ്സ് എന്ന് പറയുന്നത്? ഡോർസലി ദേ ആർ അറ്റാച്ച്ഡ് ടു തൊറാസിക് വെർട്ടിബ്ര. ഡോർസൽ സൈഡിൽ വെർട്ടിബ്രൽ കോളത്തിൻ്റെ തൊറാസിക് വെർട്ടിബ്രയുമായി അറ്റാച്ച് ചെയ്ത് കാണാം. വെൻട്രലി കണക്റ്റഡ് ടു സ്റ്റേർണം. വെൻട്രൽ സൈഡിൽ സ്റ്റേർണായി കണക്ട് ചെയ്ത് കാണാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർട്ടിലേജ് കോൾഡ് ഹയാലിൻ കാർട്ടിലേജ്. സോ രണ്ട് സൈഡിലും കണക്ട് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് ദേ ആർ കോൾഡ് ട്രൂ റിബ്സ്. സോ ഫസ്റ്റ് 7 പെയർസ് ഓഫ് റിബ്സ് ആണ് ട്രൂ റിബ്സ്. ഫാൾസ് റിബ്സ് ഓർ വെർട്ടിബ്രോകോൺഡ്രൽ റിബ്സ്. The 8th, 9th and 10th pairs of ribs do not articulate directly with the sternum but join the 7th rib with the help of hyaline cartilage. These are called vertebrochondral or false ribs. 8th, 9th and 10th pairs of ribs ഡയറക്റ്റായി സ്റ്റേർണവുമായി അറ്റാച്ച് ചെയ്യുന്നില്ല. 7th റിബിൻ്റെ കൂടെ ജോയിൻ ചെയ്താണ് സ്റ്റേർണവുമായി അറ്റാച്ച് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് കാർട്ടിലേജ്? ഹയാലിൻ കാർട്ടിലേജ്. സോ ഡയറക്റ്റായി സ്റ്റേർണവുമായി അറ്റാച്ച് ചെയ്യാത്തത് കൊണ്ട് 8th, 9th and 10th റിബ്സിനെ പറയുന്നത് ഫാൾസ് റിബ്സ് എന്നാണ്. ഫ്ലോട്ടിംഗ് റിബ്സ്. ലാസ്റ്റ് 2 പെയർസ് 11th and 12th ഓഫ് റിബ്സ് ആർ നോട്ട് കണക്റ്റഡ് വെൻട്രലി ആൻഡ് ആർ ദെയർഫോർ കോൾഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. ലാസ്റ്റ് 2 പെയർ ഓഫ് റിബ്സ് ഏതൊക്കെ? 11th and 12th. ദേ ആർ നോട്ട് കണക്റ്റഡ് വെൻട്രലി. വെൻട്രൽ സൈഡിൽ റിബ്സ് കണക്റ്റഡ് അല്ല. ഓക്കെ, ഡോർസൽ സൈഡിൽ മാത്രമാണ് കണക്ട് ചെയ്ത് കാണുന്നത്. അതുകൊണ്ട് ദേ ആർ കോൾഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. ഒരു സൈഡിൽ മാത്രമാണ് കണക്ട് ചെയ്ത് കാണുന്നത്. സോ ദേ ആർ കോൾഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. ആൻഡ് റിബ് കേജ് മീൻസ് തൊറാസിക് വെർട്ടിബ്ര, റിബ്സ് ആൻഡ് സ്റ്റേർണം ടുഗെദർ ഫോം ദ റിബ് കേജ്. തൊറാസിക് വെർട്ടിബ്ര കാണാം ബാക്ക് സൈഡിൽ, രണ്ട് സൈഡിലായി റിബ്സ് കാണാം, ഫ്രണ്ട് സൈഡിൽ സ്റ്റേർണം കാണാം. ഇതിനൊന്നിച്ച് പറയുന്നത് റിബ് കേജ് എന്നാണ്. നെക്സ്റ്റ് ടോപ്പിക് ജോയിൻസ്. ദ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ ബിറ്റ്വീൻ 2 or more bones or between a bone and a cartilage is known as joints. രണ്ട് ബോൺസ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പ്ലേസിലോ അല്ലെങ്കിൽ ഒരു ബോണും ഒരു കാർട്ടിലേജും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പ്ലേസിലോ കാണുന്ന സ്ട്രക്ചറാണ് ജോയിൻസ്. ഓക്കെ, സോ ജോയിൻസ് ആർ സീൻ ബിറ്റ്വീൻ 2 bones or between a bone and cartilage. രണ്ട് ബോണിൻ്റെ ഇടയിലോ ഒരു ബോണിൻ്റെയോ ഒരു കാർട്ടിലേജിൻ്റെ ഇടയിലോ കാണുന്ന സ്പേസാണ് ജോയിൻസ്. ദർ ആർ 3 types of joints: fibrous joint, cartilaginous joint and synovial joint. അതിൽ ഫസ്റ്റ് വൺ fibrous joints. It does not allow any movement. This type of joint is shown by the flat skull bones. So fibrous joints എന്ന് പറയുന്നത് immovable joints ആണ്, മൂവ് ചെയ്യാൻ സാധിക്കാത്ത joints ആണ്. എക്സാമ്പിൾ സ്കൾ ബോൺസിൽ കാണുന്നത് fibrous joints ആണ്. സെക്കൻഡ് ടൈപ്പ് cartilaginous joints. It allows limited movements. Slightly movable joint ആണ് cartilaginous movement. നമുക്ക് ചെറുതായി മൂവ് ചെയ്യാൻ സാധിക്കും. ദ ബോൺസ് ഇൻവോൾവ്ഡ് ആർ ജോയിൻഡ് ടുഗെദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർട്ടിലേജ്. സോ ഇവിടെ ഓരോ ബോൺസിനെയും കണക്ട് ചെയ്യുന്നത് കാർട്ടിലേജ് ആണ്. ഓക്കെ, ഓരോ ബോൺസിനെയും ജോയിൻ ചെയ്യുന്നത് കാർട്ടിലേജ് ആണ്. ദ ജോയിൻ ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് വെർട്ടിബ്ര ഇൻ ദ വെർട്ടിബ്രൽ കോളം ഈസ് ഓഫ് ദിസ് പാറ്റേൺ. സോ നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൽ ഓരോ വെർട്ടബ്രയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് കാർട്ടിലേജിനസ് ജോയിൻസ് ആണ്. തേർഡ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് സിനോവിയൽ ജോയിൻസ്. ഫ്രീലി മൂവബിൾ ജോയിൻറ്റ്. ഫ്രീലി മൂവബിൾ ജോയിൻ്റ് ആണ് സിനോവിയൽ ജോയിൻറ്റ്. നമുക്ക് ഫ്രീ ആയി മൂവ് ചെയ്യാൻ സാധിക്കും. സിനോവിയൽ ജോയിൻറ്റ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ ഫ്ലൂയിഡ് ഫിൽഡ് സിനോവിയൽ ക്യാവിറ്റി ബിറ്റ്വീൻ ദ ആർട്ടിക്കുലേറ്റിംഗ് സർഫസസ് ഓഫ് ദ 2 bonds. സോ രണ്ട് ബോൺസിൻ്റെ ഇടയിൽ കാണുന്ന പ്ലേസ് ആണ് ജോയിൻറ്റ്സ്. സോ സിനോവിയൽ ജോയിൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ട് ബോൺസിൻ്റെ ഇടയിലായി ഒരു ക്യാവിറ്റി കാണാം, സിനോവിയൽ ക്യാവിറ്റി.
സോ ഈ ക്യാവിറ്റിക്കകത്ത് സിനോവിയൽ ഫ്ലൂയിഡ് കാണാം. ദീസ് ജോയിൻറ്റ്സ് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ ആൻഡ് മെനി അതർ മൂവ്മെൻറ്റ്സ്. സോ ലോക്കോമോഷന് സഹായിക്കുന്നതും മറ്റുള്ള നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്നതും സിനോവിയൽ ജോയിൻറ്റ്സ് ആണ്. ടൈപ്സ് ഓഫ് സിനോവിയൽ ജോയിൻറ്റ്. സിനോവിയൽ ജോയിൻറ്റ്സിന് ഡിഫറെൻറ്റ് ടൈപ്സ്. ഫസ്റ്റ് വൺ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് പെക്ടറൽ ഗേർഡിൽ. ഹ്യൂമറസ് ആൻഡ് പെക്ടറൽ ഗേർഡിലിനെ കണക്ട് ചെയ്യുന്നതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. സോ ആ സ്കെലട്ടൻ്റെ ഫിഗർ ഓർമ്മ വേണം. ഓക്കെ, ഹിഞ്ച് ജോയിൻറ്റ്, നീ ജോയിൻറ്റ്, നീയിൽ കാണുന്ന ജോയിൻ്റ് ആണ് ഹിഞ്ച് ജോയിൻറ്റ്. പൈവറ്റ് ജോയിൻറ്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. അറ്റ്ലസ് എന്താണ്? ഫസ്റ്റ് വെർട്ടെബ്ര, ആക്സിസ് സെക്കൻഡ് വെർട്ടെബ്ര. അതിനിടയിലായി കാണുന്ന ജോയിൻ്റ് ആണ് പൈവറ്റ് ജോയിൻറ്റ്. ഗ്ലൈഡിംഗ് ജോയിൻറ്റ് മീൻസ് കാർപ്പൽസ്. കാർപ്പൽസ് മീൻസ് റിസ്റ്റ് ആണല്ലേ, റിസ്റ്റിൻ്റെ ഇടയിലായി കാണുന്ന ജോയിൻറ്റ്സ് ആണ് ഗ്ലൈഡിംഗ് ജോയിൻറ്റ്സ്. ആൻഡ് സാഡിൽ ജോയിൻറ്റ് മീൻസ് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ. കാർപ്പലിനെയും മെറ്റാകാർപ്പലിനെയും ഇടയിലായി കാണുന്ന ജോയിൻ്റ് ആണ് സാഡിൽ ജോയിൻറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഡിസോർഡേഴ്സ്. ആർത്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ്സ്. ജോയിൻറ്റ്സിൽ വരുന്ന ഇൻഫ്ലമേഷനാണ് ആർത്രൈറ്റിസ്. ഓസ്റ്റിയോപോറോസിസ് ബിക്കോസ് ഓഫ് ലോ ഇസ്ട്രജൻ. ലോ ഇസ്ട്രജൻ ലെവൽ ഉണ്ടായാൽ വരുന്ന ഡിസീസാണ് ഓസ്റ്റിയോപോറോസിസ്. ഏജ് റിലേറ്റഡ് ഡിസീസാണ്. ഡിക്രീസ്ഡ് ബോൺ മാസ്. ബോൺ മാസ് ഡിക്രീസ് ചെയ്യും. ഗൗട്ട് എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അക്യുമുലേറ്റ് ചെയ്യും. അത് കാരണം ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ്സ് വരാം. സോ ദീസ് ആർ ദ ഡിസോർഡേഴ്സ്.